അമ്മ വിളിച്ചാരു അമ്മ ഇങ്ങനെ ഇപ്പൊ ഇവിടെ എന്നെ തനിച്ചാക്കി പോയതല്ലേ. ഞാനിങ്ങനെ ജീവിക്കുന്ന ഒരു നിമിഷം പോലും ചിന്തിച്ചില്ലല്ലോ. ഞാൻ എവിടെ പോവാനാ? ഇന്ന് നിന്നോടൊപ്പം തന്നെ ഞാൻ ഉണ്ടായിരുന്നു. കല്യാണം വരെ ആയിരപ്പറയിലെ എന്റെ മുറിയിലായിരുന്നു ഇത്. അമ്മയുടെ മുറിയാണിതെന്ന് ബാലമാമ പറഞ്ഞു. അമ്മയ്ക്കറിയോ, നാളെ എന്റെ കല്യാണ. എന്റെ പൊന്നുമോൾക്ക് കല്യാണമാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാ അമ്മ വന്നത്. എന്റെ ഏറ്റവും വലിയ മോഹമായിരുന്നു നിന്നെ എന്റെ വീട്ടിലേക്ക് എന്റെ ഏട്ടന്റെ മരുമകളായിട്ട് കല്യാണം കഴിച്ചയക്കണോന്ന്. നീ എന്ന് കുഞ്ഞായിരുന്നെങ്കിലും ഏട്ടൻ എപ്പോഴും പറയും, ലതേ നിന്റെ മോളെ എനിക്ക് തരണോന്ന്. അന്നേ ഞാൻ പറഞ്ഞു ഏട്ടൻ ഇപ്പോഴേ കൊണ്ടുവയ്ക്കുമെന്ന്. അന്ന് ഞാൻ പോയപ്പോ ഏട്ടൻ നിന്നെ ഒന്ന് വിളിച്ചോണ്ട് പോയില്ലേ ആയിരപ്പറയ്ക്ക്? അത് ഞാൻ പറഞ്ഞിട്ടാ. എപ്പോഴും ഞാൻ നിന്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നു. അമ്മ എപ്പോഴും എന്റെ കൂടെ തന്നെ വേണം. അമ്മ എന്റെ കൂടെ ഉണ്ടെങ്കിൽ എന്നെ നല്ലോണം സാരി ഉടുപ്പിക്കും, തലയിൽ പൂവ് വെച്ച് തരും. നാളെ എന്നെ കല്യാണ പെണ്ണായിട്ട് ഒരുക്കി ഇറക്കാൻ ഇവിടെ ആരൊക്കെയോ ഉണ്ട്. പക്ഷെ അമ്മ എന്നെ ഒരുക്കുന്ന പോലെ ആരമ്മ ഒരുക്കുക? എത്ര വർഷമായി ഞാൻ അമ്മയുടെ ഫോട്ടോയുടെ മുന്നിലിരുന്ന് കരഞ്ഞു പറയാ. ഒരു തവണ പോലും അമ്മ എന്റെ മുന്നിൽ വന്നില്ലല്ലോ. അച്ഛനെന്നെ എപ്പോഴും ഒരു ശത്രുവായിട്ടാ കാണുന്നത്. ചിട്ടയോടല്ലാതെ അച്ഛൻ ആരോട് സ്നേഹത്തോടെ പെരുമാറില്ല. ഒന്ന് ചിരിച്ച് നല്ലൊരു വാക്ക് പോലും പറയില്ല. ആ ചിറ്റയ്ക്ക് എന്നോട് ദേഷ്യം. ഇന്ന് ചെറിയ കാര്യത്തിനും എന്നോട് വഴക്കിടും. മുമ്പൊക്കെ തല്ലുമായിരുന്നു. ഇപ്പൊ എന്നെ തല്ലിയ ഞാൻ പീഡനത്തിന് കേസ് കൊടുക്കുമെന്ന് പറഞ്ഞു. കരയാതെ മോളെ, നിന്റെ കല്യാണം കൊള്ളാൻ സന്തോഷത്തോടെ ഇരിക്കുന്ന നിന്നെ കാണാനാ ഞാൻ വന്നത്. നീ എപ്പോ ഇങ്ങനെ കരഞ്ഞാലോ? നിനക്ക് എന്റെ ബാലേട്ടനുണ്ടല്ലോ. എന്ത് പ്രയാസം വന്നാലും നീ ഏട്ടനോട് തുറന്നു പറയണം. ഏട്ടൻ പലപ്പോഴും ചോദിച്ചിട്ട് പോലും ഞാൻ നിന്റെ അച്ഛനെ പറ്റി ഒരു പരാതി പോലും പറഞ്ഞിട്ടില്ല. അമ്മയ്ക്ക് പറ്റിയ തെറ്റ് എന്റെ മോൾക്ക് പറ്റരുത്. എന്റെ ഏട്ടൻ ജീവിച്ചിരിക്കുന്നിടത്തോളം നിനക്കൊരു കുഴപ്പം ഉണ്ടാവില്ല. ഏട്ടൻ പറഞ്ഞില്ലേ നീ കുടുംബത്തിലെ മഹാലക്ഷ്മിയാണെന്ന്? അത് സത്യം. എന്നാ എല്ലാം നീ വിചാരിക്കുന്നത് പോലെ ആഗ്രഹിക്കുന്നത് പോലെ നടക്കണമെന്ന് വാശി പിടിക്കരുത്. ഒരിക്കലും നീ ചിന്തിക്കുക പോലും ചെയ്യാത്ത കാര്യങ്ങളായിരിക്കും ചിലപ്പോ നടക്കാൻ പോകുന്നത്. അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചാൽ പോലും നീ വേണ്ടെന്ന് പറയരുത്. അതാണ് നിനക്ക് വിധിച്ചിരിക്കുന്നതെന്ന് കരുതി സമാധാനിക്കണം. നീ കരയാതെ മോളെ, സമാധാനായിട്ട് കിടന്നുറങ്ങ്. നാളെ മണ്ഡപത്തിലെ വാതുവായിട്ട് ഇരിക്കേണ്ടവളല്ലേ. ഉറങ്ങിക്കോ. അമ്മ എങ്ങോട്ടും പോകണ്ട, ഇവിടെ തന്നെ ഇരിക്കണം. ഇരിക്കുന്ന എനിക്ക് വാക്കുതാ. അമ്മ പണ്ടത്തെ പോലെ ഞാൻ ഇത്തിരി നേരം അമ്മയുടെ മടിയിൽ തലവെച്ച് കിടന്നോട്ടെ? അതിനെന്താ, കിടന്നോ. ഞാൻ നിന്റെ കൂടെ തന്നെയുണ്ട്.
പോവല്ലേ പോവല്ലേ അമ്മ, എന്നെ വിട്ട് പോവല്ലേ അമ്മ. എന്റെ കൂടെ എനിക്ക് ആരുമില്ല അമ്മ, എനിക്ക് ആരുമില്ല അമ്മ. അമ്മ അമ്മ എന്നെ വിട്ട് പോവല്ലേ, എനിക്ക് ആരുമില്ല അമ്മ, ആരുമില്ല അമ്മ. എന്നെ വിട്ട് പോവല്ലേ അമ്മ. അമ്മ എന്നെ വിട്ട് പോവല്ലേ അമ്മ, അമ്മ പോവല്ലേ അമ്മ. അമ്മ ചേച്ചി എന്താ എന്താ ചേച്ചി? അമ്മ അമ്മ പോയോ? അമ്മ അമ്മ ഇവിടെ ഉണ്ടായിരുന്നല്ലോ. ഇല്ല, അമ്മ ഇങ്ങോട്ട് പോയില്ല. ചേച്ചി അമ്മ ചേച്ചി അമ്മ എവിടെ അമ്മ? അമ്മ ചേച്ചി എന്താ അമ്മ എന്താ ചേച്ചി? ചേച്ചി എന്തെങ്കിലും സ്വപ്നം കണ്ടോ? ചേച്ചി അമ്മ ചേച്ചി ചേച്ചി വല്യമ്മേനെ സ്വപ്നം കണ്ടോ? അല്ല കല്ലു, അമ്മ ഇവിടെ ഉണ്ടായിരുന്നു. അമ്മ എങ്ങോട്ടും പോവില്ലെന്ന് പറഞ്ഞതാ. ചേച്ചി താലി കെട്ടുന്നവരെ കൂടെ തന്നെ കാണുന്നു പറഞ്ഞിട്ട്. ചേച്ചി ചേച്ചി കരയല്ലേ? വല്യമ്മ എങ്ങോട്ടും പോയിട്ടില്ല, ചേച്ചിയുടെ കൂടെ തന്നെ ഉണ്ട്. നോക്ക് കരയാതെ ചാരു, നീ നിന്റെ അമ്മയെക്കുറിച്ച് വിചാരിച്ചു കിടന്നിട്ടായിരിക്കും. അല്ലെങ്കിൽ തന്നെ വന്നത് നിന്റെ അമ്മ തന്നെയല്ലേ. നാളെ കല്യാണമാണെന്ന് അറിഞ്ഞു വന്നതാ നിന്നെ അനുഗ്രഹിക്കാൻ. നിനക്ക് നിന്റെ അമ്മയുടെ അനുഗ്രഹം എപ്പോഴും ഉണ്ടെന്നല്ല അത് സൂചിപ്പിക്കുന്നത്. അമ്മ എന്നോട് പറഞ്ഞതാ എന്റെ കഴുത്തിൽ താലി വീഴുന്ന സമയത്ത് പൂക്കുളമായിട്ട് അമ്മ ഉണ്ടാവുന്നു, അനുഗ്രഹിക്കാൻ അമ്മ ഉണ്ടാവുന്നു. എന്നിട്ട് എന്നെ പറ്റിച്ചു പോയി കളഞ്ഞില്ല.